അതിന്റെ കവിത ആശ്വാസം എന്നാണ് അതിന്റെ പേര്. മരണത്തിന് ശേഷം എഴുതിയിട്ടുള്ള ആ കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പട്ടി കിടക്കാം, ആരും എന്നെ സ്വൈര്യം കെടുത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഈഗോ അടിച്ച് തെറ്റിയിട്ട് അമ്മയുടെ തെറ്റി കടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈഗോ ഇല്ല. രാത്രിയാകുമ്പോൾ ഒരു ചോറിലൊരു ചോറ്റിൽ പാത്രത്തിൽ ചോറ് എടുത്തുകൊണ്ട് വരും. എത്ര പോത്തായാലും നിങ്ങൾക്ക് വാരിക്കോരി തരും. തെറ്റ് നിങ്ങളുടെ ആണെങ്കിലും അമ്മ സോറി പറയും. നമ്മൾ പറയും നമുക്ക് ഈഗോയാണ് അമ്മോട്. നമ്മുടെ കവളത്തൊരു ഉമ്മ തരും, നമ്മൾ ചിലപ്പോഴേ കൊടുക്കുള്ളൂ. ആ അമ്മ മരിക്കുന്നവരെയുള്ളൂ. പിന്നെ ഒരു പട്ടിയും ഇല്ലടോ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ. നിങ്ങൾ അത്താഴപ്പണ്ണി കിടന്നാലും മരിച്ചു പോയാലും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ല. അതാണ് സത്യം. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ മുടി തുവർത്തണ്ട, ആരും ഇഴപെടുത്തി നോക്കില്ല. നിങ്ങൾ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഒരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു തോർത്തു കൊണ്ടൊന്ന് വീഴും. അമ്മയ്ക്ക് പേടിയാ. എന്താ, എൻ്റെ മകളൊക്കെ മകനോ ജലദോഷം വന്നാലോ അമ്മ തോർത്തി തരും. ആ അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോണവരെയില്ലടോ. പിന്നെ ഒരു പട്ടിയുമില്ല നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ. ഇനി എനിക്ക് കിണറിൻ്റെ ആൽമറയിൽ നിന്ന് ഉറക്കം തൂങ്ങി പുസ്തകങ്ങൾ നോക്കാം. പാഞ്ചൊന്നൊരു നിലവിളി എന്നെ ഞെട്ടിട്ടുണർത്തില്ല. നിങ്ങൾ ഏതെങ്കിലും കിണറിൻ്റെ ആൽമറയിൽ നിന്ന് ഇരുന്നാൽ ഇതേ അമ്മ കാണണ്ടാത്തത് കാണും. അടുക്കളയിൽ നിന്ന് വിളിക്കും, മോനെ അവിടുന്ന് മാറിയിരിക്കണം, അമ്മയ്ക്ക് പേടിയാ, നിങ്ങൾ കിണറ്റിലേക്ക് വീണാലോ. നിങ്ങൾ അവിടുന്ന് മാറുന്ന വരെ അമ്മ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി എനിക്ക് സന്ധ്യാനേരത്ത് ടോർച്ചെടുക്കാതെ പുറത്തിറങ്ങാം. വിഷം തീണ്ടി രോമക്കൂത്തിലൂടെ രക്തം വാർന്നൊഴുകി മരിച്ച അയൽക്കാരനെ കുറിച്ച് ഓർത്തു പോലും വിലപിച്ച ആ മനസ്സ് ഇന്നലെ ഇല്ലേണ്ടായി. നമ്മുടെ അയൽക്കാരനെ കുറിച്ച് ഓർത്തു പോലും നമ്മുടെ അമ്മയ്ക്ക് ടെൻഷനാണ്. അത്രമാത്രം സോഫ്റ്റാണോ നമ്മുടെ അമ്മ. അവസാനത്തെ വരി, ആ 1 ടൺ വെയിറ്റ് ഉള്ള വരി, ഇനി എനിക്ക് എത്തിയെടുത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടുപോയി. മക്കളെ, നമ്മൾ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീടാണ് നമ്മുടെ അമ്മ. ആ അമ്മയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്നെ ഏറ്റിയ തളരാത്ത ചുമലാണച്ചൻ, മഴയത്തും നനയ്ക്കാത്ത കുടയാണച്ചൻ, വെയിലത്തും തണലേകിയ മരമാണച്ചൻ, ത്യാഗമെന്ന പുഴയുടെ പേരാണച്ചൻ. അല്ലേ? ഇത് രണ്ടും ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അമ്മയും അച്ഛനും എന്താണ്. അതുകൊണ്ട് ആ അമ്മയ്ക്കും അച്ഛനും ദേഷ്യം വരുത്തുന്ന, പ്രശ്നങ്ങൾ വരുത്തുന്ന, പ്രതിസന്ധികൾ വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക. ഏത് സമയത്തും ഞാനുണ്ട് അച്ഛൻ, ഞാനുണ്ട് അമ്മയെന്നൊരു ആശ്വാസവാക്ക് പറയാൻ സാധിക്കുക, അത് മതി. അതാണ് അവരുടെ സ്വപ്നം. അവരെ ധിക്കരിച്ചാൽ ദൈവം നിങ്ങളെ കൈവിടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.